ഇത് കേട്ടുകേൾവിയില്ലാത്തതാണ്. കഴിഞ്ഞ സംസ്ഥാന കായികമേളയിൽ മികച്ച സ്കൂളുകൾക്കുള്ള സ്ഥാന നിർണയത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാക്കിയ മാറ്റത്തിൽ പ്രതിഷേധിച്ച സ്കൂളുകളെ അടുത്ത കായികമേളയിൽ നിന്നും വിലക്കിയിരിക്കുന്നു. ഒന്നാമത്, ആ പ്രതിഷേധം അന്യായമോ അക്രമാസക്തമോ ആയിരുന്നില്ല. രണ്ടാമത്തേത്, പ്രശ്നം പരിഹരിക്കാനോ പദവി ലംഘിച്ചെടുത്ത തീരുമാനത്തിന് ന്യായം പറയാനോ തയ്യാറാകാതെ പ്രതിഷേധിച്ചവരെ വിലക്കുന്നതാണോ നീതി? അങ്ങനെയാണെങ്കിൽ കലാലയങ്ങളെ സ്ഥിരം കലാപാലയങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളെ വിലക്കേണ്ടതല്ലേ? പ്രതിഷേധത്തിന്റെ പേരിൽ നിയമസഭയിൽ അക്രമം അഴിച്ചുവിടുന്ന MLA-മാരെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും വിലക്കേണ്ടതല്ലേ? അക്രമികളെയും കൊലപാതകങ്ങളെയും വരെ സംരക്ഷിക്കുന്നവരെ രാഷ്ട്രീയത്തിൽ നിന്നും വിലക്കേണ്ടതല്ലേ? പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ ഒരു അക്രമവും നടത്തുന്നതായി ദൃശ്യങ്ങളിൽ കാണുന്നില്ല. അതേസമയം ഇവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും അതിന്റെ ഭാരവാഹികളും സഹവിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആക്രമിച്ചതും പൊതുമുതൽ നശിപ്പിച്ചതുമൊക്കെ ചരിത്രമാണ്. ആ അക്രമികളിൽ കൂടുതൽ പങ്കുള്ളത് ഏത് സംഘടനയ്ക്കാണെന്നും അക്രമത്തിലും അഴിമതിയിലുമൊക്കെ നേരിട്ട് പങ്കുള്ള ഏതൊക്കെ നേതാക്കന്മാരാണ് ഇപ്പോഴും അതേ സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നത് എന്നുമൊക്കെ മന്ത്രിമാർക്കറിയാം. നിയമസഭയിലെ അക്രമത്തിന്റെയും തല്ലി തകർക്കലിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതിനൊന്നും ഒരു വിലക്കുമില്ല. ജനാധിപത്യത്തിലെ വിയോജിപ്പുകൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നതും കശാപ്പ് ചെയ്യുന്നതുമായ രാഷ്ട്രീയ ശൈലി കായിക രംഗത്ത് അവലംബിക്കരുത്. ബഹുമാനപ്പെട്ട മന്ത്രിമാരെ നിങ്ങൾ നോക്കൂ. സർക്കാരിന്റെ പ്രോത്സാഹനമാണോ അതോ ചില മാനേജ്മെന്റുകളുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും ആവേശവും കഠിനാധ്വാനവുമാണോ കായിക രംഗത്ത് ഇത്രയെങ്കിലും കുതിപ്പുകൾ ഉണ്ടാക്കുന്നതെന്ന്? കായിക രംഗത്തെ മുകുളങ്ങളെ നുള്ളിക്കളയുന്നത് അപക്വമാണ്, തിരുത്തപ്പെടേണ്ടതുമാണ്.